لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. وعن أبي أمامة رضي الله عنه قال: قيل لرسول الله صلى الله عليه وسلم: أي الدعاء أسمع؟ قال: جوف الليل الآخر ودبر الصلوات المكتوبات. رواه الترمذي وقال: حديث حسن. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ദുആഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസ്അലകളാണല്ലോ ഈ അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയുണ്ടായി. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഖീല ചോദിക്കപ്പെട്ടു അല്ലെങ്കിൽ പറയപ്പെട്ടു, ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയപ്പെട്ടു, അയ്യുദ്ദുആഇ ഏതു പ്രാർത്ഥനയാണ്, അസ്മഉ ഏറ്റവും കേട്ട് ഉത്തരം ലഭിക്കുന്ന, അള്ളാഹു എത്രയും വേഗം കേട്ട്, അസ്മഉ എന്ന് പറഞ്ഞാൽ ഏറെ കേൾക്കുന്ന എന്നാണ് അർത്ഥം. അപ്പം ഏറെ കേട്ട് ഉത്തരം ചെയ്യുന്ന, എത്രയും വേഗം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഏതാണ്, ദുആ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ജൗഫുൽ ലൈലിൽ ആഖിരി, ചില പ്രത്യേക സന്ദർഭങ്ങൾ, സമയങ്ങളാണ് ഇതിൽ എടുത്തു പറഞ്ഞത്. ഒന്ന്, ജൗഫുൽ ലൈലിൽ ആഖിരി, രാത്രിയുടെ ഉൾഭാഗം, അൽ-ആഖിർ അവസാനത്തെ. ജൗഫുൽ ലൈൽ എന്ന് പറഞ്ഞാൽ, ജൗഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രവേശിക്കുക, അതായത് രാത്രി മഗ്രിബ് കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ ഒരു മിഡിൽ, ഒരു മധ്യം, അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴൊക്കെ ജൗഫായി രാത്രി. അത് തന്നെ അൽ ആഖിരി എന്നാണ് പറഞ്ഞത്. രാത്രിയുടെ ഉൾഭാഗം അഥവാ അവസാന ഭാഗം, ഒന്നതാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വദുബുറു സ്വലവാത്തിൽ മക്തൂബാത്തി. മക്തൂബാത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട എന്നുള്ളതാണ്. ഇപ്പൊ ഫർളായ അസ്വലവാത്തിൽ മക്തൂബാത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ. ദുബുറു സ്വലവാത്തിൽ മക്തൂബാത്തി, നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെയും. ദുബുർ എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് അർത്ഥം. ഇതാണ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലുള്ള ആശയം. നമുക്കറിയാം, ദുആ ചില പ്രത്യേക സന്ദർഭങ്ങൾ, ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സുജൂദ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അവസരമാണ്. അതുകൊണ്ട് അതിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുവീനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇവിടെ പറയുന്നത്, ഇവിടെ സഹാബിയുടെ ചോദ്യം, അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ട ചോദ്യം എന്താണ്? അയ്യുദ്ദുആഇ അസ്മഉ, പ്രാർത്ഥനകളിൽ ഏറ്റവും പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥന ഏതാണ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എത്രയും വേഗം കേട്ട് ഉത്തരം ചെയ്യുന്ന, ഏറെ ദുആ ഇജാബത്തിന് പെട്ടെന്ന് ചാൻസ് ഉള്ള സമയങ്ങളാണ് ആ ചോദിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തതാണ് ഒന്നത്, രാത്രിയുടെ ഉൾഭാഗം, അതിൻ്റെ അവസാനത്തെ ഭാഗം എന്ന്.
നമുക്കറിയാം ധാരാളം ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരാശയമാണത്. രാത്രി 1/3 പിന്നിട്ട് അതിൻ്റെ പിന്നീട് വരുന്ന ഭാഗങ്ങൾ, രാത്രിയുടെ മിഡിൽ കഴിഞ്ഞ് വരുന്ന ഭാഗം, പിന്നെ സുബഹിയോടടുത്ത് വരുന്ന ആ ഭാഗം, അതിന് നമ്മൾ സുലുസുൽ ലൈലിൽ അഖീർ എന്ന് പറയും. രാവിൻ്റെ അവസാന യാമങ്ങൾ, സുബഹിയോടടുത്ത ആ സമയം. ഇപ്പം രാത്രിയെ 1/3 നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ ഇങ്ങനെ രാത്രിയുടെ സമയം നമ്മൾ കണക്കാക്കുക. മഗ്രിബ് മുതൽക്ക് അസ്തമിച്ചു കഴിഞ്ഞാൽ സുബഹി ബാങ്ക് വിളിക്കുന്നത് വരേക്കുള്ള സമയം ഫുൾ ടൈം രാത്രിയാണ്. അതിൻ്റെ മണിക്കൂറുകൾ നമ്മൾ 3 വിഭജിച്ചാൽ, അങ്ങനെ 3 പാർട്ടായി വിഭജിച്ചാൽ, ഒന്നാമത്തെ പാർട്ട് മഗ്രിബും ഇശാവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴേക്കത് തീരും. പിന്നെ 2ാം പാർട്ട് വരും, പിന്നെ അഖീർ അവസാനത്തെ പാർട്ട് വരും. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയം. സുബഹിയോടടുത്ത് കിടക്കുന്ന ആ സമയം, ആ അവസാന സമയം. അതിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? യൻസിലു റബ്ബുന തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയാ എന്നാണ്. നമ്മോടടുത്ത ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. അവൻ അനുയോജ്യമായ നിലക്ക് അല്ലാഹു ഇറങ്ങി വരും. റബ്ബ് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൃഷ്ടികൾ ഇറങ്ങി വരുന്നത് പോലെയല്ല എന്നുള്ളതാണ് അഹ്ലുസുന്ന വിശ്വസിക്കേണ്ടതും വിശ്വസിക്കുന്നതും എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം അല്ലാഹു നമ്മളെപ്പോലെ ഇറങ്ങുന്നവനാണ്, കയറുന്നവനാണ്. എങ്കിൽ ഏത് രാജ്യത്തെ രാത്രിയിലാണ് അള്ളാഹ് ഇറങ്ങുക? അപ്പം അള്ളാഹ്ക്ക് ഇങ്ങനെ ഇറങ്ങാനല്ലേ നേരുണ്ടാവുള്ളൂ. ലോകത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലല്ലേ രാത്രി ഉണ്ടാവുക. അപ്പോൾ അള്ളാഹു രാവിൻ്റെ അവസാന യാമങ്ങളിൽ ഇറങ്ങും എന്ന് വന്നാൽ അള്ളാഹുവിന് ഇങ്ങനെ ഇറങ്ങാനല്ലേ സമയം കാണൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന പുത്തൻവാദികളുണ്ട്. അവരുടെ പിഴച്ച വാദമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതിൽ എങ്ങനെയെന്നോ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു തആല എല്ലാ രാത്രിയും നമ്മോടടുത്ത ആകാശത്തിലേക്ക് രാവിൻ്റെ അവസാന ഭാഗം അവശേഷിക്കുന്ന ഘട്ടത്തിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. അത് അള്ളാഹ് ഇറങ്ങല്ല, അള്ളാഹിൻ്റെ ഒരു മലക്ക് ഇറങ്ങി വരും എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നവരുണ്ട്. അതുമല്ല, അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹിൻ്റെ കാരുണ്യം ഇറങ്ങും എന്നാണ് അവിടെ റബ്ബ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് ഒപ്പിക്കുന്ന ആളുകളും ഉണ്ട്. ഇത് രണ്ടും ശരിയല്ല. എന്നാൽ അള്ളാഹു ഇറങ്ങുന്നത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെപ്പോലെയാണ് എന്ന് പറയാൻ പാടുണ്ടോ? അതും ഇസ്ലാമികമല്ല. എങ്കിൽ പിന്നെ എന്ത് വേണം? അള്ളാഹു ഇറങ്ങുന്നു, എങ്ങനെ? നമുക്കറിഞ്ഞൂടാ. അതിൻ്റെ രൂപം നമുക്കറിയില്ല, രൂപം പറയാൻ പറ്റൂല. എന്നാ അങ്ങനെ അത് സൃഷ്ടികളുടെ ഒരു വിശേഷണമാണ് ഇറങ്ങൽ. അപ്പൊ ഇറങ്ങുക എന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അത് പിഴച്ച വാദമാണ് എന്ന് പറഞ്ഞ് ആ ഇറങ്ങുക എന്ന വിശേഷണത്തെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു അടിസ്ഥാന കാര്യമാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്താണ്. ശരി, ഞാൻ അത് വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതോ ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിലു റബ്ബുന എന്ന് വ്യക്തമായി നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റബ്ബ് ഇറങ്ങുന്നുണ്ട് ഫി കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും, ഇല സമാഇ ദുനിയാ, നമ്മോടടുത്ത ആകാശത്തിലേക്ക്, ഹീന യബ്ഖാ, ബാക്കിയാകുന്ന വേളയിൽ, സുലുസുൽ ലൈലിൽ അഖീർ, രാവിൻ്റെ അവസാന ഭാഗം, അവസാനത്തെ 1/3 പാർട്ട് ബാക്കിയാകുന്ന വേളയിൽ. എന്നിട്ട് റബ്ബ് എന്താ വിളിച്ചു പറയുന്നത്? എന്നിട്ട് അള്ളാഹു ചോദിക്കും, ഫഹൽ മിൻ സായിലിൻ, എന്നോട് ചോദിക്കുന്നവർ വല്ലവരുമുണ്ടോ? ഞാൻ കൊടുക്കാം. ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പുറത്തു തരണേ എന്ന് എന്നോട് പാപമോചന തേട്ടം നടത്താൻ ആരെങ്കിലുമുണ്ടോ? ഞാൻ അവന് പുറത്തു കൊടുക്കാം.
ഫഹൽ മിൻ തായിബിൻ, തൗബ ചെയ്യാൻ ആളുണ്ടോ? റബ്ബേ നിന്നിലേക്ക് ഞാനിതാ ഖേദിച്ചു മടങ്ങുന്നു എന്ന് തൗബ ചെയ്യാൻ ആ സമയത്ത് ആളുണ്ടോ? ഞാൻ അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ് എന്നിങ്ങനെ റബ്ബ് പ്രത്യേകം വിളംബരം നടത്തുന്ന നേരമാണത്. ഏത് സമയം? സുബഹിയോടടുത്ത് കിടക്കുന്ന ആ രാവിന്റെ 1/3 അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ പാർട്ട് അതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനോട് ഏത് സമയവും നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. റബ്ബ് നമ്മുടെ ദുആ കേൾക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും, റബ്ബ് കേൾക്കുന്നവനാണ്, ദുആ അള്ളാഹു കേൾക്കും, ഉത്തരം ചെയ്യും. പക്ഷെ ചില സമയങ്ങൾ ചില പ്രത്യേകതകൾ ഉണ്ടാകുമല്ലോ. ഏതുപോലെ? ചില സ്ഥലങ്ങളിൽ വെച്ചുള്ള പ്രാർത്ഥനക്ക് പ്രത്യേകതയുള്ളതുപോലെ. അപ്പൊ അതേപോലെ അതിൽപ്പെട്ട കാര്യമാണ് ഈ സമയം. ഇത് സഹോദരങ്ങളെ, എനിക്ക് എന്നോടെന്ന പോലെ എന്നെ ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും പറയാനുള്ളത്, ഈ അവസരം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഒരു പക്ഷേ രാവേറെ ചെന്ന് മാത്രമേ ഉറങ്ങാൻ കഴിയുകയുള്ളൂ എന്ന വിധത്തിലുള്ള ഡ്യൂട്ടിയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകാം. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും, രാവേറെ ചെന്നിട്ടേ ഉറങ്ങാൻ പറ്റുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സുബഹിക്ക് മുമ്പുള്ള ഈ പ്രധാനപ്പെട്ട സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് അപ്രായോഗികമായിരിക്കും, വിഷമകരമായിരിക്കും. വേറെ ചില ആളുകളിൽ നേരത്തെ കിടന്നാൽ തന്നെയും ആ നേരത്ത് എഴുന്നേൽക്കൂല എന്ന പ്രകൃതക്കാരും ഉണ്ടാകും. ഈ 2 വിഭാഗത്തിനും അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയിട്ടുള്ള പ്രത്യേകമായ കാര്യം എന്താണ്? എങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പേ ആ രാത്രി നമസ്കാരം നിർവഹിച്ച് കിടന്നോളൂ എന്നാണ്. ഇപ്പം രാത്രിയിൽ ആ നമസ്കാരം നടപ്പോൾ ഇഷായ് നമസ്കാരം കഴിഞ്ഞ് ഇഷായിൻ്റെ 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞാൽ പിന്നെ സുബഹി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏത് സമയത്തും നമുക്ക് നിർവഹിക്കാവുന്നതാണ് നമ്മുടെ വിത്തർ നമസ്കാരം. അത് 1 അല്ലെങ്കിൽ 3, 5, 7, 9, 11 എത്രയാണ് നമ്മുടെ സൗകര്യമെങ്കിൽ അതേപോലെ. അപ്പം അത് നമ്മൾ ഇശാ നമസ്കാരത്തിൻ്റെ ശേഷം ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നിർവഹിച്ച് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് നീട്ടിവെക്കലാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നിസ്കരിച്ച് കിടക്കലാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ നമുക്ക് നിസ്കാരത്തിൽ സുജൂദിൽ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സുജൂദിൽ നമ്മൾ ഏറെ അള്ളാഹുവിനോട് അടുക്കുന്ന നേരം എന്നതും ഒത്തുവരുന്നു, ഈ സമയവും ഒത്തുവരുന്നു. അപ്പോൾ ഒരുപാട് പ്രാധാന്യം ഒത്തുവരുന്നുണ്ട്. നമുക്ക് തശഹുദിൻ്റെ അവസാനം തേടാം, പിന്നെ സുജൂദിൽ തേടാം. അത് തന്നെ ഈ സമയമാകുമ്പോൾ പ്രത്യേകം. ഇനി അതിൻ്റെയൊക്കെ പുറമെ നിസ്കാരത്തിന് അല്ലാതെ നമ്മൾ എഴുന്നേറ്റു, ഇപ്പോൾ നിസ്കരിച്ച് കിടന്നതാണ്, അല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ടും നമുക്ക് ആ സമയം കുറേ ബാക്കിയുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയമൊക്കെ ഉപയോഗപ്പെടുത്തണം. വെറുതെ നമ്മളൊരു സമയം ആ സമയത്ത് കളയരുത്. സുബഹി ബാങ്ക് വിളിക്കുവോളം നീണ്ടു നിൽക്കണത്. റബ്ബിൻ്റെ ആ വിളംബരം അത് പ്രഭാതമാകുവോളം നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടോ എല്ലാം ചോദിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടുന്ന അസുലഭമായ സുവർണ അവസരമാണത്. ഒരു ഗോൾഡൻ ചാൻസ് ആണത്. അത് ഉപയോഗപ്പെടുത്തണം. ആ സമയത്ത് നമ്മൾ ദുന്യവിയും മുഖറവിയുമായ കാര്യങ്ങളൊക്കെ പറയുക. ഇപ്പം റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ ദുന്യാവും ആഖിറൊക്കെ കോമൺ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ദുആയാണത്. അങ്ങനെ ഒരുപാട് ദുആകൾ വേറെയുമുണ്ട്. അപ്പം എന്തായിരുന്നാലും ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ സമയത്തും എഴുന്നേറ്റ് നമ്മൾ വല്ല വാട്സപ്പ് മെസ്സേജ് നോക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യേണ്ട സമയമല്ല. കാരണം ആ സമയം ബാങ്ക് വിളിക്കുന്നതോടുകൂടി ആ സമയം കഴിഞ്ഞു. അപ്പം ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള സമയത്ത് ദുആ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടി ഞാൻ മടങ്ങട്ടെ. അതായത് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, അല്ല ഇറങ്ങല്ല എന്ന് പറയുന്ന കക്ഷികൾ അവർ മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. എങ്കിൽ അള്ളാന്റെ റഹ്മത്താണ് ഈ ഇറങ്ങുന്നതെങ്കിൽ പിന്നെ ഈ വിളിച്ചു പറയുന്നതാരാ? ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന് ഉത്തരം ചെയ്യാമെന്ന് വിളിച്ചു പറയുന്നത് അള്ളാന്റെ റഹ്മത്താണോ? റഹ്മത്ത് അങ്ങനെ വിളിച്ചു പറയാ? അപ്പൊ അള്ളയാണ് വിളിച്ചു പറയുന്നത്. ഇനി മലക്കുകൾ ഇറങ്ങാന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് വന്നാൽ അപ്പൊ മലക്കുകളാണോ അങ്ങനെ പറയാ? ആരുണ്ട് എന്നോട് വിളിച്ചു തേടാൻ? മലക്കുകളോടാ നമ്മൾ ചോദിക്കുന്നത്? മലക്കുകളോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലല്ലോ. അപ്പോ അള്ളാഹു ഇറങ്ങുന്നു എന്നുള്ള അർത്ഥതലം മാത്രമേ അവിടെ ശരിയാവുകയുള്ളൂ. അത് തന്നെയാണ്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും. ഞാൻ ഈ അവസരത്തിൽ ഒന്ന് ചേർത്ത് അടിവരയിട്ട് പ്രാധാന്യപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ പ്രത്യേകമായ സമയം അതിനുപോൽബലകമായ നേരമാണ് നമുക്ക് തൗബ ചെയ്യാൻ, നമ്മുടെ പാപക്കറകൾ കണ്ണുനീരൊഴുക്കി റബ്ബിനോട് പറയാൻ, നമ്മുടെ ദുന്യാവിൻ്റെ കാര്യം പറയാൻ, നമ്മുടെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ, രോഗങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ, മരണം നന്നാവാൻ, എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. മൊത്തത്തിൽ 3 കാര്യം അവിടെ പറഞ്ഞില്ലേ. എന്തും ചോദിക്കാം, അതുപോലെ തന്നെ തൗബ ചെയ്യാം, അതുപോലെ പാപമോചനത്തേട്ടം നടത്താം. അതിനൊക്കെ പ്രത്യേകം ഓഫർ പ്രഖ്യാപിക്കപ്പെട്ട നേരമാണത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അതാണ് ജൗഫുൽ ലൈലിൽ ആഖിരി എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. ഇനി അടുത്തത് രണ്ടാമത്തൊരവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഹദീസിൽ പറഞ്ഞത് ഏതാണ്? ഉദ്ബുറുസ് സ്വലവാത്തിൽ മക്തൂബാതി, ഫർള് നമസ്കാരങ്ങളുടെ ദുബുറിലും. ഈ ദുബുറു സ്വലവാത്ത് അൽ മക്തൂബാത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിൽ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ദുബുറു സ്വലവാത്തിൽ മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ശേഷം, സലാം വീട്ടിയതിൻ്റെ ശേഷം മാത്രമാണ് ആ ഉദ്ദേശം എന്നാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ, അവർ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ദുബുറു സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഏറ്റവും പിൻഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തല്ലല്ലോ, അത് അതിൻ്റെ അവസാന ഭാഗമാണല്ലോ. ഇപ്പൊ ഈ ഫോണിൻ്റെ അടിഭാഗം ഇതിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ലല്ലോ, ഈ ഭാഗമല്ലേ. ഒരു വടി, ഏതെങ്കിലും ഒരു വസ്തു എന്തോ ആവട്ടെ, ഏതൊരു വസ്തുവിൻ്റെയും ദുബുർ എന്ന് പറയുന്നത് അതിൻ്റെ പിൻഭാഗം എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ശേഷഭാഗം, അവസാന ഭാഗം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുറത്തല്ലാത്തൊരു അവസരമാണല്ലോ. അപ്പം അതുകൊണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം ദുആഇൻ്റെ കാര്യത്തിൽ നിസ്കാരത്തിലെ പ്രാർത്ഥനയാണ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയേക്കാൾ ഏറെ പ്രാധാന്യമുള്ളത് എന്നതാണ് അവരുടെ വീക്ഷണം. അതിന് ബോൽബലകമായി കൊണ്ട് പല തെളിവുകളും അവർ പറയുന്നുമുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കുറേ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതുണ്ട്. അപ്പം അതൊക്കെ തശഹുദിൻ്റെ ശേഷം, തശഹുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ തഹിയ്യാത്ത് ഇങ്ങനെ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലുള്ള സ്വലാത്തൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവാദം തന്നല്ലോ, സുമ്മൽ യതഖയ്യർ മിന ദുആഇ, ദുആയിൽ നിന്ന് പിന്നീട് അവർ തെരഞ്ഞെടുക്കട്ടെ, എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഇഷ്ടകരമായത് അവൻ തെരഞ്ഞെടുക്കട്ടെ എന്നാണ്. അപ്പം സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ഉള്ള ആ സമയത്താണ് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്ന വേളകളുള്ളത്. അപ്പം ദുബുറു സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ സലാം വീട്ടിയതിൻ്റെ ശേഷമല്ലെന്നും സലാം വീട്ടുന്നതിൻ്റെ മുമ്പുള്ള അവസരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നും ഒരു കൂട്ടം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ ചില റിപ്പോർട്ടുകളിൽ അഥവാ സഹീഹായ ഹദീസുകളിൽ തന്നെ ദുബറ സ്വലവാത്തി എന്ന നിസ്കാരത്തിൻ്റെ ശേഷം പിറകെ എന്ന് പറഞ്ഞത് അത് സലാം വീട്ടിയതിൻ്റെ ശേഷം തന്നെയാണ്, അതിൻ്റെ അകത്തുള്ളതല്ല, സലാം വീട്ടിയതിൻ്റെ ശേഷം തന്നെയാണ് എന്ന് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാകുന്ന കുറേ ഹദീസുകളും ഉണ്ട്. 1-2 ഞാൻ സാമ്പിളിന് കേൾപ്പിക്കാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിസ്കാരങ്ങളുടെയും അവസാനം ഇദാ സല്ലമ, കണ്ടോ, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇപ്രകാരം പറയാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അങ്ങനെയുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ അവിടുന്ന് സലാമിൻ്റെ പിറകെയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അത് സലാം വീട്ടിയതിൻ്റെ ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, തുസബ്ബിഹൂന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അശറൻ വ തഹ്മദൂന അശറൻ വ തുകബ്ബിറൂന അശറൻ, നിസ്കാരത്തിൻ്റെ പിറകെയായിക്കൊണ്ട് 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാഹ്, 10 തവണ അല്ലാഹു അക്ബർ. അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പം നിസ്കാരത്തിൻ്റെ ശേഷം
വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ദുബുറ കുല്ലി സ്വലാത്തിൻ സലാസം വസലാസീന. അവിടെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അതൊരു രൂപമാണ്. ഇനി വേറെ രൂപം എന്താണ്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. 100 തികയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മൂന്നാമത്തെ രീതിയുണ്ട്, നേരത്തെ കേട്ടത്. 10 വീതം തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയാ, അൽഹംദുലില്ലാഹ് എന്ന് പറയാ, അല്ലാഹു അക്ബർ എന്ന് പറയാ. നാലാമത്തെ രീതിയുണ്ട്, 25 തവണ വീതം സുബ്ഹാനല്ലാഹ് എന്ന് പറയാ, അൽഹംദുലില്ലാഹ് എന്ന് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, അല്ലാഹു അക്ബർ എന്ന് പറയാ. ഇങ്ങനെ 100 തികക്കുന്ന അങ്ങനെ ഒരു രീതിയുണ്ട്. 11 തവണ പറയുന്ന രീതിയുമുണ്ട്. ഓരോന്നും 11 തവണ വീതം സുബ്ഹാനല്ലാഹ് 11, അൽഹംദുലില്ലാഹ് 11, അല്ലാഹു അക്ബർ 11, ഇങ്ങനെ പറയുന്ന ഒരു 5ാമത്തെ രീതിയുണ്ട്. ഞാൻ അതിലേക്ക് കടക്കല്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അത് നിസ്കാരത്തിന്റെ ശേഷം അവിടെയൊക്കെ പ്രയോഗിച്ചൊരു ദുബുരി കുല്ലി സ്വലാത്തിനാണ്, നിസ്കാരത്തിന്റെ പിറകെ എന്നാണ്. അപ്പൊ അവിടെ എന്തായാലും നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞതിന്റെ ശേഷമാണല്ലോ. അപ്പൊ ചില ഹദീസുകൾ കൊണ്ട് നിസ്കാരത്തിന്റെ അകത്താണ്, സലാം വീട്ടുന്നതിന്റെ മുമ്പാണ് എന്നും ചില ഹദീസുകൾ കൊണ്ട് സലാം വീട്ടിയതിന്റെ ശേഷമാണ് എന്നുമൊക്കെയുള്ള പ്രയോഗങ്ങൾ വന്നപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാര് പറഞ്ഞ ഒരു വിവരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താണ് അവര് പറഞ്ഞ വിവരണം? ഫൈൻ കാന ദിക്റൻ, ദിക്റുകളെ കുറിച്ചാണ്. ഏതുപോലെ തസ്ബീഹ്, തഹ്മീദ്, അൽഹംദുലില്ലാഹ്, തക്ബീർ, അല്ലാഹു അക്ബർ, വഖിറാഅത്തു ആയത്തുൽ കുർസി, ഖിറാഅത്ത് ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യാവൽ മുഅവ്വിദാത്തി, അതുപോലെ തന്നെ ഇഖ്ലാസും മുഅവ്വിദത്തൈനി, ആ 2 സൂറത്ത് 3 സൂറത്ത് ഒന്നിച്ച് പാരായണം ചെയ്യുക. ഇതൊക്കെയാണ് ദുബുറുസ്സലാത്ത് കൊണ്ട് ദുബുറുസ്സലാത്തിൽ പറഞ്ഞതെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സലാമിൻ്റെ ശേഷമാണ്, സലാമിൻ്റെ ശേഷമാണ് അതിൻ്റെ അവസരം. എന്നാൽ വൈൻകാന ദുആഅൻ, ദുആയാണോ ആ ദുബുറുസ്സലാത്ത് എന്ന പ്രയോഗത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഫൽ മുറാദു ബിദുബുറുസ്സലാത്തി ആഖിറുഹാ ഐ ഖബ്ല തസ്ലീം, സലാം വീട്ടുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ അവിടെ ആ ദുആകളൊക്കെ ഏറ്റവും പറയാൻ നല്ലത്. അവിടെയും ഒരു കാര്യം പ്രത്യേകം അവർ തന്നെ എടുത്തു പറഞ്ഞു, ഇല്ലാ ഇദാ ജാഅ മാ യദുല്ലു അലാ അന്ന ഹാദ ദുആ അൽ മുഅയ്യൻ യുഖാലു ബഅദ തസ്ലീമി. എന്നാൽ ചില ദുആകളുടെ കാര്യത്തിലും ഇത് സലാമിന്റെ ശേഷമാണ് എന്ന് അറിയിക്കുന്ന റിപ്പോർട്ട് വന്നതിൽ ഒഴികെ അത് സലാമിന്റെ ശേഷം തന്നെ പറയണം. ഏതുപോലെ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നബി തങ്ങൾ 3 തവണ പറഞ്ഞു. അത് ദുആയാണല്ലോ. അത് സലാമിന്റെ മുമ്പാണോ? അല്ല, അത് സലാമിന്റെ ശേഷമാണ്. അങ്ങനെയാണ് നബിയിൽ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് രണ്ടും കൂടെ യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ചുരുക്കത്തിൽ നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ഈ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയം സലാം വിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെയാണ്. ഇതിനിത് പറയുന്ന പണ്ഡിതന്മാർ ചില ലോജിക്കുകൾ, ചില യുക്തിയും പറയുന്നുണ്ട്. എന്ത്? ഇപ്പൊ നമ്മൾ റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന, റബ്ബുമായിട്ട് നമ്മളൊരു മുനാജാത്ത്, ഒരു കൂടിക്കാഴ്ച, ഒരു സ്വകാര്യ ഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയാണല്ലോ നമ്മുടെ നമസ്കാരം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സലാം വീട്ടുന്നതിൻ്റെ ഇടക്ക് നമ്മൾ റബ്ബുമായിട്ടുള്ളൊരു ഇന്ന അഹദക്കും യുനാജി റബ്ബഹു എന്നാണ്. നിങ്ങളിൽ ഒരാൾ തൻ്റെ റബ്ബുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് നിസ്കാരത്തിൽ. അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഇങ്ങനെയുള്ള സമയത്താണല്ലോ നമ്മൾ കാര്യങ്ങൾ ഏറെ ചോദിക്കേണ്ടത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞ് കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് പിന്നീടല്ലല്ലോ. അപ്പൊ റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ ഘട്ടം നമ്മുടെ നമസ്കാരത്തിലാകുമ്പോൾ നമസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്നാൽ ശേഷം നിർവഹിച്ചു എന്ന് പറയുന്ന പ്രാർത്ഥനകൾ ശേഷം നിർവഹിക്കുകയും അല്ലാത്തവ നമുക്ക് അവസരം കിട്ടുന്നുവെങ്കിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പായിരിക്കണം ദുആകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് ശ്രേഷ്ഠകരം എന്ന വീക്ഷണം പണ്ഡിത ലോകത്ത് പലരും അഭിപ്രായപ്പെടുകയും അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്. എന്ത്? നമസ്കാരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അത്തഹിയാത്ത് ചൊല്ലി സലാം വീട്ടുന്നതിൻ്റെ ഇടയ്ക്കുള്ള പ്രാർത്ഥന ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. കാരണം അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ സമയത്ത് എന്താണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളിന്ന്. നിങ്ങൾക്ക് അള്ളാഹുവിനോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ അത് നിങ്ങളുടെ ദുആ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള നേരമാണത്.
ഇനി നിസ്കാരത്തിൻ്റെ പിറകെയും നമുക്ക് എന്ത് ചെയ്യാം? നിസ്കാരത്തിൻ്റെ പിറകെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ദുആകളേക്കാൾ അപ്പുറം ദിക്റുകളാണ്. ഇപ്പം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയുന്നു. പിന്നെ നമ്മൾ അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നു. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നു. പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ലഹുൽ മുൽക്കു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫദ്ലു വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. പിന്നെ സുബ്ഹാനല്ലാഹ് പറഞ്ഞതുപോലെ, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ, ഇങ്ങനെ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ശേഷം നമുക്ക് അവസരമുണ്ടെങ്കിൽ നമുക്ക് ദുആ ചെയ്യാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി അവിടുത്തെ ജീവിതത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ നമസ്കാരത്തിൻ്റെ മുമ്പ്, സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് ചോദിക്കുക. ഇനി ഈ ദുആകളൊക്കെ, ഈ ദിക്റുകളൊക്കെ കൊണ്ടുവന്നതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുകയും ആവാം. അതൊരു ബിദ്അത്തോ തെറ്റോ ഒന്നുമല്ല. ഏറ്റവും പ്രാധാന്യം നമസ്കാരത്തിൽ നമ്മൾ ആദ്യം ദിക്റുകൾ കൊണ്ടുവരലാണ്. അതിൻ്റെ മുമ്പ്, സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചോദിക്കാനുള്ളവ ചോദിക്കലുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സലാം വീട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പം അവർ ദിക്റുകളെക്കാൾ സുബ്ഹാനല്ലാഹും മറ്റു പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ദിക്റുകളൊക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ അവർ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നതിനാണ് പ്രാധാന്യം കാണുന്നത്. അത് നബിചര്യയിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. സലാം വീട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ പോലെയുള്ള ദിക്റുകൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് നിർവഹിക്കാം. അവിടെ തന്നെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് നിർവഹിക്കുമ്പോൾ നമുക്കതിലൂടെ എന്ത് നേട്ടം കിട്ടുന്നുണ്ട്? നമ്മൾ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ നിസ്കാരത്തെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഉളു മുറിയാത്തിടത്തോളം നിസ്കാര സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ റബ്ബിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചോദിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ റഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് കരുണ ചെയ്യണേ. അല്ലാഹുമ്മ തുബ് അലൈഹി, അള്ളാഹുവേ ഇദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കണേ എന്നിങ്ങനെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രത്യേകത നമുക്ക് അവിടുന്ന് എഴുന്നേറ്റാൽ കിട്ടുന്നില്ല. അപ്പം നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് നിർവഹിച്ചാൽ ആ പുണ്യം നമുക്ക് ലഭ്യമാകും. ഇനി ഒരാൾക്ക് സമയമില്ല, ഡ്യൂട്ടിക്ക് പോകാനുണ്ട്, പുറത്ത് വാഹനം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെന്തോ ആവശ്യമുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? എന്നാലും ഒഴിവാക്കരുത്. നിസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നെങ്കിലും പറയുന്ന നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് എഴുന്നേൽക്കാം. ഇപ്പം ഇമാം പോലും നിസ്കാരത്തിൻ്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് ഈ പറയുന്ന ദിക്റ് അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നത് മാത്രമാണ് ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് അതേ ഇരിപ്പിൽ തന്നെ പറയേണ്ടത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാമ് നേരെ അദ്ദേഹം ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കണം എന്നാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. അതാണ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെയും അങ്ങനെ തന്നെ ഇരുന്ന് ദിക്റുകൾ പൂർത്തിയാക്കുകയല്ല. അതുവരെയാണ് ഇമാം അങ്ങനെ ഇരിക്കേണ്ടത്. നിസ്കരിച്ച അതേ രീതിയിൽ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതുവരെ ഇരിക്കേണ്ടത്. അപ്പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദിക്റുകൾ അങ്ങനെ ഓരോരുത്തരും ദിക്റുകളും ദുആകളും ഒക്കെ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കുക. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കുക. അപ്പം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, നിന്റെ നമസ്കാരത്തിൻ്റെ പിറകെ നീ ഒരിക്കലും ഉപേക്ഷ വരുത്തരുത് മുആദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. അത് നമുക്ക് ഇത് പറയുന്ന പണ്ഡിതന്മാരെന്താ പറയുന്നത്? അത് സലാം വീട്ടുന്നതിൻ്റെ അകത്ത് മുമ്പ്, സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാണ്. ശേഷവും പറയാം. അപ്പം ഈ വിധത്തിലാണ്. എന്നാൽ ചില ആളുകൾ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ഇതാണ് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന നിലക്ക് നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടുവരാറുള്ള ഒരു അനാചാരമാണ്. അതൊരു ബിദ്അത്താണ്. അതായത് ഖൈറ് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളക്കണക്കിന് ഫർദ് നമസ്കാരങ്ങൾ നിർവഹിച്ചല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും ഇങ്ങനെ ദിക്റുകൾ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മളെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെയൊക്കെ നാട്ടിലെ സമസ്തയുടെ പള്ളികളിൽ ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് എന്തു പറയും?
സലാം വീട്ടിയിട്ട് ഇതിങ്ങനെ തിരിഞ്ഞ് ജനങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് ഒരു തിരിഞ്ഞിരിക്കൂല, വലതുഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കലാണ്. എന്നിട്ട് പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് പറയും, പിന്നെ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ചൊല്ലിക്കൊടുക്കും. അപ്പോൾ ജനങ്ങളൊക്കെ അത് ഏറ്റു ചൊല്ലും. പിന്നെ അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ, പിന്നെ അത് കഴിഞ്ഞിട്ട് അഫ്ളലു ദിക്ർ, എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ നമുക്ക് കാണാൻ പറ്റുമോ? നിസ്കാരത്തിൻ്റെ പിറകെ ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തകരാറുണ്ടായിട്ടല്ല. അങ്ങനെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ അടിയിൽ കമൻ്റ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ആളുകൾ പറയുക. ഇതൊരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയുന്നത് മൗലൈമാരെ, നിങ്ങൾ എന്തിനാ അതൊരു തെറ്റാക്കുന്നത്? 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താ തകരാറ്? തകരാറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മൾ എന്തിനാ ചെയ്യുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ വേറെ സമയത്ത് ധാരാളം പറഞ്ഞോളൂ. പക്ഷെ ഫർദ് നിസ്കാരങ്ങളുടെ പിറകെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ പറയൽ സുന്നത്തുണ്ട് എന്ന നിലക്ക് അത് നിർവഹിക്കാൻ നമുക്ക് ആര് അധികാരം തന്നു? ഇപ്പൊ സുബ്ഹാനല്ലാഹ് എത്ര എണ്ണം ചൊല്ലണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്. നമുക്കവിടെ പിന്നെ കൂട്ടാൻ പറ്റുമോ? അവിടെ വേറെ എന്തെങ്കിലും ചൊല്ലാൻ പറ്റുമോ? അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വലാത്ത് ചെല്ലുന്ന, അവസാനം സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്. നിസ്കാരത്തിൻ്റെ പിറകെ ഇങ്ങനെ 3 സ്വലാത്ത്, ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 3 സ്വലാത്ത് ചെല്ലുക. ചിലയിടത്ത് 10 സ്വലാത്ത്, ചിലയിടത്ത് 7 സ്വലാത്തൊക്കെ ചൊല്ലും. സ്വലാത്ത് നല്ലത് തന്നെ. പക്ഷെ ഫർള് നമസ്കാരങ്ങളുടെ പിറകെ ഒരു 3 സ്വലാത്ത്, അല്ലെങ്കിൽ ഒരു 7 സ്വലാത്ത്, അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത്, ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് സഹാബിമാരതങ്ങനെ ഏറ്റു ചൊല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. ഇനി ഒറ്റക്കാണെങ്കിലും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഇതിലെ എക്സ്ട്രാ ഫിറ്റിങ്സുകളാണ്. അതുപോലെ ഇമാമ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇമാം ഇങ്ങനെ കൈയാണ് ഉയർത്തിയിട്ട് ദുആണ് തുടങ്ങും. അങ്ങനെ ദുആ ചെയ്യുന്നു, ജനങ്ങൾ കേൾക്കുന്നു. കേൾക്കുമ്പോൾ പിന്നെ ഇമാമ് ഓരോ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ജനങ്ങൾ അങ്ങനെ ആമീൻ എന്ന് പറയും. അങ്ങനെ ഒരു കൂട്ടുപ്രാർത്ഥന. അങ്ങനെ ഒരു കൂട്ടുപ്രാർത്ഥനയുടെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല അവസരങ്ങളിലും മറ്റുള്ളവർ ആമീൻ പറയുന്ന നിലക്ക് മൊത്തമായി പ്രാർത്ഥിച്ച ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ ജുമാ ഖുത്ബയിൽ പ്രാർത്ഥിക്കുന്നില്ലേ? ഇപ്പൊ നമ്മളും ചെയ്യുന്നില്ലേ? മറ്റു പല അവസരങ്ങളിൽ പ്രാർത്ഥിക്കുന്നില്ലേ? പ്രഭാഷണങ്ങളുടെ അവസാനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? നമുക്ക് അല്ലാഹു ഉന്നതി തരട്ടെ, അപ്പൊ ജനങ്ങൾ ആമീൻ പറയുന്നു. അതല്ല കൂട്ടുപ്രാർത്ഥന എന്നുള്ള ആ സംഗതിയല്ല എതിർക്കപ്പെടുന്നത്. മറിച്ച് ഫർള് നമസ്കാരങ്ങളുടെ പിറകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിലേക്ക് തിരിഞ്ഞിരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ കൊണ്ട് താഴെ പറയുന്ന ദിക്റുകളൊക്കെ ഉച്ചത്തിൽ പറഞ്ഞുകൊടുത്ത് ചൊല്ലിക്കുകയും അവസാനം കൈ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ കൂടെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ജനങ്ങൾ ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു സ്വഹീഹായ ഹദീസുകളിലും ഇല്ല. അത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പണ്ഡിതന്മാരൊക്കെ അത് കാണൂലേ? അതുകൊണ്ട് തന്നെ കൂട്ടപ്രാർത്ഥന അതൊരു അനാചാരമാണ്, നബിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ദുആക്ക് എതിരാണ്. നിസ്കരിച്ചാൽ അവിടുന്ന് ഉടനെ ചാടിപ്പോണം, എഴുന്നേറ്റ് ഓടിപ്പോണം എന്നാണ് ഇവർ പറയുന്നത് എന്നിടത്തേക്ക് അതിനെ ദുർവ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണിത് ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ 2 അവസരങ്ങളും നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. പ്രാർത്ഥന അധികരിപ്പിക്കുക, റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ പൂർണ്ണമായ നിലക്ക് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ. കാരണം ദുആ ഇബാദത്താണ്. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അപ്പോൾ ആ ഒരു പ്രത്യേകമായ കാര്യം നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കുന്നു. അപ്പം ഇത്തരം സമയങ്ങളൊക്കെ എപ്പോഴും ഓഫർ പറയുന്ന പ്രത്യേകതയുള്ള സമയങ്ങൾ നമ്മൾ പ്രത്യേകം ഉപയോഗപ്പെടുത്തണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങളും വിശദീകരിച്ചത്. അതിലെ കല്ലും നെല്ലും നമ്മൾ വേർതിരിച്ചറിയണം എന്ന നിലക്കാണ് ആ 2 സമയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ചില അബദ്ധധാരണകളെക്കുറിച്ചുകൂടി ഇന്നത്തെ ഹദീസിൻ്റെ വിവരണ മധ്യേ വിശദീകരിച്ചത്. ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. റഹ്മാനായ റബ്ബ് നാഫിആയ ഇൽമിനെ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരികയും എല്ലാ അർത്ഥത്തിലും അവൻ്റെ ബറക്കാത്തുകളും റഹ്മത്തുകളും നമ്മിൽ അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ.
اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.